എന്താ അലർജി ലെവൽ കാണിച്ച് 4600 ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ല. ഇവിടെ വരുന്ന സമയത്തായിരുന്നോ? വരുന്ന സമയത്ത്. ഇപ്പോഴും എത്രയാണ് വരുന്നത്? 300. നേരെ 300 ആയിട്ട് കുറഞ്ഞു. പുള്ളി ഇൻഹേലർ ഉപയോഗിക്കണ്ടായിരുന്നു 10 വർഷമായിട്ട് അല്ലേ? 10 വർഷം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റി, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. നോക്കുമ്പോൾ 693 തൈറോയ്ഡ് കിടക്കുന്നത്. അതുപോലെ ഷുഗർ 185 ഷുഗർ. അതാണ് ഇപ്പൊ ഏകദേശം എത്രയായിട്ട് വന്നത്, നമ്മൾ നോർമലിലേക്ക് എത്തിയത്. 3 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. 3 ഹോസ്പിറ്റലിൽ അവർ പറയുന്നത് ഒരിക്കലും മാറത്തില്ല ഈ അലർജി. ഒരു ആഴ്ച കൊണ്ട് എനിക്ക് ആ അലർജിയുടെ ആ പ്രശ്നം മാറിക്കിട്ടി. OP മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോയ അമ്മയാണ് 4 ദിവസം കൊണ്ട് മുട്ടുവേദനയും നീരും മാറിയത്. അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡോക്ടർ രഞ്ജിത അല്ലേ? ഡോക്ടറെ, നമ്മളിവിടെ എന്തൊക്കെ രോഗങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങളെ മുഴുവനായി മാറ്റുന്ന ഒരു ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളൊക്കെ കൺസേൺ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതും ഈ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട്. എവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്? ഇതാണ് രഞ്ജ ഡോക്ടർ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് പേഷ്യൻസാണ് വരുന്നത്? നമ്മളിതൊരു ലൈഫ് സ്റ്റൈൽ ക്ലിനിക്കാണ്. കൂടുതലായിട്ടും അലർജിക് രോഗങ്ങൾ, അതായത് തുമ്മല്, ചെവി ചൊറിച്ചിൽ, കണ്ടിന്യൂസ് തുമ്മൽ ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് ഉടനെ തുമ്മല്, ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ തുമ്മല്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ജോയിന്റ് പെയിൻസ്, ബാക്ക് പെയിൻ, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ മാറും. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. ഈ അമ്മച്ചി തന്നെ ചോദിക്കാം, ഡോക്ടർ അമ്മച്ചി എന്ത് പ്രശ്നമായിട്ടാണ് വന്നത് ഇവിടെ? എനിക്ക് കാലിൽ നല്ല നീരും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമായിരുന്നു. ഇപ്പം ഞാൻ 3 ദിവസം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പം എനിക്ക് നല്ല നടക്കാം, നല്ല കുറവുണ്ട്. ഇപ്പൊ വേദനയുണ്ടോ കാലിന്? അങ്ങനെ വേദനയില്ല. ഇല്ല. ഇപ്പൊ വീട്ടിലാരും ചെയ്യുന്നുണ്ട്. ജോലി എത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തത്? 4 ദിവസം ചെയ്തു. 4 ദിവസം ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് പോകുമ്പോ വേദനയും നീര് പോയിട്ടാ പോയി. ഇപ്പം ഈ അമ്മയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു അമ്മയുടെ പ്രശ്നം? നമുക്ക് 2 കാലിലും തേയ്മാനമായിരുന്നു. അത് കാരണം നല്ല നീരുണ്ടായിരുന്നു, നല്ല വേദനയായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. 3 ഡേയ്സിനകത്ത് അത് കുറഞ്ഞു. അത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? ഞങ്ങളിവിടെ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. നമുക്ക് കൺസൾട്ട് ചെയ്യാലേ അറിയാൻ പറ്റുള്ളൂ. അവർക്ക് ടെസ്റ്റുകളുണ്ട് പ്രോപ്പറായിട്ട്. അതൊക്കെ എടുത്തതിന് ശേഷം എങ്ങനെയാണ് തേയ്മാനം രീതി നോക്കണം. ഇനി വാദത്തിൻ്റെ പ്രശ്നമുണ്ടോ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ വാദങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പോകും. ഞങ്ങളിവിടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആണ് ഈ ജോയിൻറ്റ് പെയിൻ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്, ചിലർക്ക് അതായിരിക്കും വേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് ഫിസിയോതെറാപ്പി കൊടുക്കും. ഇവിടെ കിടത്തി ചികിത്സയുണ്ടോ? ഇതുവരെ നമ്മൾ IP ഇല്ല, OP ആണുള്ളത്. കണ്ണ് കൺസൾട്ട് ചെയ്ത് പോയാൽ മതി. കാലിലോട്ടുള്ള മരപ്പ്, തരിപ്പ്, കഴപ്പ് അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അത് സിവിയർ ആണോ, മോഡറേറ്റ് ആണോ, മൈൽഡ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരു ടെസ്റ്റാണ്. നേരത്തെ വരുമ്പോൾ നോക്കുമ്പോൾ 693 തൈറോയ്ഡ് കിടക്കുന്നത്. അതുപോലെ ഷുഗർ 185 ഷുഗർ. അതാണ് ഇപ്പോൾ ഏകദേശം എത്രയായിട്ട് വന്നത്, നമ്മൾ നോർമലിലേക്ക് എത്തിയത്. നമ്മൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തത്? നമ്മൾ ഇവിടുത്തെ സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. പിന്നെ ഡയറ്റ് കൊടുത്തു. അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, വ്യായാമ മുറകൾ. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഷുഗർ റെഡ്യൂസ് ചെയ്യാനുള്ളത്, അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നതൊക്കെ പുള്ളി കറക്റ്റായിട്ട് കേട്ടു, അനുസരിച്ചു, അതുകൊണ്ട് കുറഞ്ഞു. മോനാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഗൾഫിൽ നിന്ന് വന്ന് മോൻ എൻ്റെ അടുത്ത് പറയുവാണ്, വേറെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച്. അന്നേരം ഇവൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇവിടെ അവിടെ അച്ഛനെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്താ വേണം, ഇത് കഴിക്കണം വേണമെന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു ഞാനല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് വിശ്വാസമില്ല, ഞാൻ പുള്ളിയെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ എനിക്കും അങ്ങോട്ട് വിഷമം തോന്നി. കാരണം എന്തെങ്കിലും ഒന്ന് ആയിപ്പോയാൽ പിന്നെ നമുക്ക് സമാധാനം പറയണ്ടായോ എന്നുള്ളത്. ഇപ്പോൾ ഒത്തിരി സന്തോഷം. അമ്മേനെ കൊണ്ടുവന്നു. അമ്മ ഇവിടെ ഉണ്ടല്ലേ? അമ്മയും കൊണ്ടുവന്നു. ഒരാൾ വീട്ടിൽ നിന്ന് വന്നാൽ ഫാമിലി മൊത്തം ഇങ്ങോട്ട് പോരും അല്ലേ? നമ്മുടെ ഫിസിയോതെറാപ്പിയിലെ ഇത് എന്താണ് ഈ സംഭവം ചെയ്യുന്നത്? ഇത് അൾട്രാസൗണ്ട് വേവ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ മസിലിനൊക്കെ ഉള്ള സ്റ്റിഫ്നെസ് കുറയും, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട്, നെർവിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, നീര് കുറയ്ക്കാനും ഉപയോഗിക്കുന്നത്. എനിക്ക് അലർജിയുടെ പ്രശ്നമായിരുന്നു. എനിക്ക് നോർമലായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി മാസ്ക് ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഭയങ്കര തുമ്മലും അലർജിയും, ചൊറിച്ചിൽ, കണ്ണിൻ്റെതായ ചെവിയിലൊക്കെ അവിടെ ചൊറിച്ചിലും, അങ്ങനെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. എത്ര കാലമായിട്ടുണ്ടായിരുന്നത്? എനിക്കൊരു 10 വർഷത്തോളം ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നു. ഇതിന്റെ പ്രശ്നമായിരുന്നു അലർജിയുടെ പ്രശ്നം തന്നെ. ഷാനിന്റെ ഇഷ്യൂ എന്തായിരുന്നു ആക്ച്വലി? പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള നിൽക്കാനും പറ്റില്ല. എന്തേതായാലും ഭയങ്കര തുമ്മൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ, അത് മണിക്കൂർ കണക്കിന് പുള്ളിക്ക് തുമ്മുണ്ടാവും.
മൂക്കൊലിപ്പ് അതുപോലെ തന്നെ ചെവി ചോർച്ചൽ കണ്ടു. അങ്ങനത്തെ അലർജി പ്രശ്നമായിരുന്നു പുള്ളിക്ക്, ഡസ്റ്റിന്റെ അലർജീസ് കൂടുതലായിട്ട്. ഹൈ ലെവലായിരുന്നു. അതെ, നമ്മൾ IG ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ IG എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ തോത് നമുക്ക് അറിയണമല്ലോ. അപ്പം നമ്മളത് നോക്കുമ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അത് പുറത്തുണ്ടായിരുന്നു. എന്താ അലർജി ലെവൽ കാണിച്ചത് 4600 ആയിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ല, ഇവിടെ അതിവിടെ വരുന്ന സമയത്തായിരുന്നോ? വരുന്ന സമയത്ത്. ഇപ്പോൾ ഇവത്ര വരുന്നത് 300, നേരെ 300 ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ട്രാവലിനൊക്കെ പറ്റുന്നത്. നോർമൽ. ഇപ്പൊ ഏത് ജോലിക്കും പോകാം, പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ MD ഡോക്ടറാണ്, ഗട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ പേഷ്യൻ്റ് ഒരു 2 months മുന്നേ വന്നിരുന്നു. അപ്പോൾ ഇത്രയുള്ള തിക്നെസ് ഹെയർ ഇല്ലായിരുന്നു. അതുപോലെ ഭയങ്കര ഡാൻഡ്രഫ് ആയിരുന്നു. പൊരിക്ക പോലെ നല്ല ഇളകുന്നുണ്ടായിരുന്നു. ഇപ്പം തിക്നെസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ സ്കാൽപ്പും അതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, ക്ലീൻ ആയിട്ടുണ്ട്. ഈ പേഷ്യൻറ്റ് ശരിക്കും പറഞ്ഞാൽ സിംറ്റമാറ്റിക് റിലീഫ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗട്ടും ഒന്ന് ഹീലായിട്ടുണ്ട്. ഇതിന് വെറുതെ എണ്ണ മാത്രം തേച്ചിട്ട് കാര്യമില്ല. നമ്മൾ വയറിന് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു റിലീഫ് കിട്ടത്തുള്ളൂ. ഡോക്ടറെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന അക്യുപഞ്ചർ അല്ലേ? അതെ അതെ. ഈ അക്യുപഞ്ചർ ഏതിന്റെ ട്രീറ്റ്മെന്റ്? പേഷ്യന്റ് ഇപ്പോൾ ഒരു ഡിസ്ക് ബൾജ് ഉണ്ട്, ഒരു ഏരിയയിൽ ഒരു ഡിസ്ക് ബൾജ് ഉണ്ട്. പിന്നെ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് കഴുത്തിൽ ഒരു ഹെർണിയേഷൻ ആണ്, ഒരു ഡിസ്ക് വന്നിട്ട് തെന്നിമാറിയിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അത് കാരണം തല കറക്കമുണ്ട്, നല്ല സിവിയർ കൈതരിപ്പാണ്, 2 കൈയിലും തരിപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് ഈ അക്യുപഞ്ചറിന്റെ കൂടുതൽ നമ്മൾ ആയുർവേദം മിക്സ് ചെയ്യുന്നുണ്ട്. അത് വേണം നമുക്ക്, ഒരു ട്രീറ്റ്മെന്റ് മാത്രം പോരാ. നമ്മൾ അൾട്രാസൗണ്ട് ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ ഇത് അക്യുപഞ്ചർ കൊടുക്കട്ടെ, ഇനി നമ്മൾ കീഴിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലുകളെ പരിചയപ്പെടുത്തും, കാരണം വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അറപ്പിച്ചു തരാം. കാരണം 300 രൂപയുടെ കൺസൾട്ടേഷനിലാണ് ഇവിടുത്തെ ഈ പറയുന്ന മെഡിസിൻസ് പോലും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഈ നമ്പറിൽ ഡയൽ ചെയ്തോ, നിങ്ങളുടെ കൺസൾട്ടൻറ്റ് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തോ, പൈസയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് വരും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനപ്പെടും. മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.